വിളക്കന്നൂരിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ തിരുവോസ്തി കരങ്ങളിൽ വഹിച്ചതിലൂടെ 2 മേജർ ശസ്ത്രക്രിയ കഴിഞ്ഞ തനിക്ക് ലഭിച്ച അത്ഭുത രോഗസൗഖ്യം പങ്കുവയ്ക്കുകയാണ് ഫാദർ ജേക്കബ് കുറ്റിക്കാട്ടുകുന്നേൽ. അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് ദിവ്യകാരുണ്യ അത്ഭുതം പ്രദക്ഷിണമായി തിരികെ വിളക്കന്നൂരിലെത്തിക്കാനുള്ള നിയോഗം കുറ്റിക്കാട്ടുകുന്നേൽ അച്ഛനായിരുന്നു. ഞാൻ ദീപികയിലെ 4 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 2016 ഞാൻ വിളക്കന്നൂർ ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരിക. വിളക്കന്നൂരിലേക്കാണ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2013 ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന അൾത്താരയിൽ എനിക്ക് ബലിയർപ്പിക്കുവാൻ അവസരം ലഭിച്ചല്ലോ എന്നതിനോർത്ത് ഞാൻ തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് വിളക്കന്നൂർ ഇടവകയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. 2013 നവംബർ 15 ഈ അത്ഭുതം നടന്നതിന് ശേഷം നമ്മൾ കേട്ടറിഞ്ഞതുപോലെ അതിൻ്റെ തുടർ പഠനത്തിനായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ അവിടുന്ന് സഭാ നേതൃത്വം എടുത്തു മാറ്റുകയും പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനവിടെ വികാരിയായിട്ട് ചെല്ലുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ അന്നു മുതൽ തന്നെ ഇടവക ദൈവജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ദിവ്യകാരുണ്യ ഈശോയെ തിരിച്ച് നമുക്ക് വിളക്കന്നൂർ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും അത് വളരെയധികം തീക്ഷ്ണമായി അവരത് പ്രകടിപ്പിക്കുകയും കമ്മിറ്റിയിലും പൊതുയോഗത്തിലുമൊക്കെ ആവർത്തിച്ച് തീരുമാനങ്ങളെടുത്ത് സമയബന്ധിതമായി പിതാവിനെ അറിയിക്കുകയും അത് പാസ്റ്റൽ കൗൺസിൽ വരെ അത് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ നിരന്തരം ഇടവക ദൈവജനത്തിൻ്റെ ആവശ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അഭിമന്യ പിതാവ്, അന്നത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവും കൂരിയ വൈദികരും ചേർന്നാണ് തീരുമാനമെടുത്ത് തിരിച്ച് വിളക്കന്നൂരിലേക്ക് പഠനത്തിന് ശേഷം അത് ബിഷപ്പ് ഹൗസിലെ ചാപ്പലിൽ അത് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തീരുമാനമെടുത്ത് വിളക്കന്നൂർ ദേവാലയത്തിൽ തിരുശേഷിപ്പായിട്ട് പ്രതിഷ്ഠിക്കാം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ 2018 സെപ്റ്റംബർ മാസത്തിലാണ് ആഘോഷപരമായിട്ട് തലശ്ശേരിയിൽ നിന്നും തിരുശേഷിപ്പുമായി വിളക്കന്നൂരിലേക്ക് വരുന്നത്. ഞങ്ങൾ അന്നത്തെ കൈക്കാരന്മാരുമടക്കം പാരിഷ് കൗൺസിലടക്കം 20 പേരോളം അന്ന് തലശ്ശേരിയിൽ പോവുകയും അന്നത്തെ ജനറാളച്ചനായിരുന്ന മോൺസിഞ്ഞോർ അലക്സ് താരാമംഗലം, ഇപ്പോൾ അഭിമന്യ പിതാവാണ്, അദ്ദേഹമാണ് എൻ്റെ കൈകളിലേക്ക് തിരുശേഷിപ്പ് അർലിക്കയിൽ പ്രതിഷ്ഠിച്ച് എന്നെ ഏൽപ്പിച്ചത്. ഈ ദിവ്യകാരുണ്യ മുഖം ഞാൻ ദർശിക്കുന്ന അപ്പോഴാണ്, എൻ്റെ കയ്യിലേക്ക് അർലിക്കയിൽ എനിക്ക് എടുത്ത് തരുമ്പോഴാണ് ഞാൻ ദർശിക്കുന്നത്. എനിക്ക് ഒരു വിശ്വാസക്കുറവും എനിക്കില്ല. ദിവ്യകാരുണ്യത്തിൽ എനിക്കൊരു ഈശോയുടെ സാന്നിധ്യത്തെപ്പറ്റി എനിക്കൊരു വിശ്വാസക്കുറവില്ല. പക്ഷേ ഇന്നെൻ്റെ കയ്യിലേക്ക് ലഭിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് അവർണ്ണനീയമാണ്. വാക്കുകൾ എനിക്കൊരിക്കലും വിവരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഈശോയെ എനിക്ക് നേരിട്ട് കണ്ട് ദിവ്യകാരുണ്യ ആ ഒരു വലിയ കൃപയും അനുഗ്രഹവും എനിക്ക് ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചു. അത് ആ ഒരു മണിക്കൂറുകൾ മുഴുവനും, എൻ്റെ യാത്ര ദിവ്യകാരുണ്യം സംഭവിച്ചുകൊണ്ടുള്ള യാത്ര മുഴുവനും ഞാനത് അനുഭവിക്കുകയായിരുന്നു. അവിടുന്ന് ആഘോഷപരമായി പ്രദക്ഷിണമായിട്ടാണ് ഞങ്ങൾ വിളക്കന്നൂർ ദേവാലയത്തിലേക്ക് വന്നത്. ദേവാലയത്തിൽ വന്നപ്പോൾ ഇടവക ദൈവജനം മാത്രമല്ല, നാനാജാതി മതസ്ഥരായ കുറേ ദൈവജനം ഈശോയെ കാണുവാനും സ്വീകരിക്കുവാനും എതിരേൽക്കുവാനും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രദക്ഷിണമായി വിളക്കന്നൂർ ടൗണിൽ നിന്നും പ്രദക്ഷിണമായി വാഹനത്തിൽ നിന്നിറങ്ങി നടന്ന് പ്രദക്ഷിണമായി ഈശോയെ ദേവാലയത്തിലേക്ക് ആനയിച്ചു. അപ്പോൾ അഭിമന്യ പിതാവ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവും സഹകാർമ്മികരും ഏറ്റുവാങ്ങുവാനായിട്ട് തയ്യാറായി നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൻ്റെ ആനവാതിക്കൽ നിന്നുകൊണ്ട് അഭിമന്യ പിതാവ് എൻ്റെ കരങ്ങളിൽ നിന്നും ദിവ്യകാരുണ്യ ഈശോയെ അരുളിക്ക് പിതാവ് സ്വീകരിക്കുകയും അതിനുശേഷം അത് ഔദ്യോഗികമായി പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന പീഠത്തിന്മേൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് ഔദ്യോഗികമായി തിരുശേഷിപ്പായി അഭിമന്യ പിതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം മുതലേ ഈശോയെ കാണുവാനും ആരാധിക്കുവാനും ഈശോയ്ക്ക് നന്ദി പറയുവാനും ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവജനം ഒഴുകുകയായിരുന്നു. വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും പഠനത്തിനായിട്ട് റോമിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ തിരിച്ച് അത്ഭുതമായി ഔദ്യോഗികമായി തിരുസഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് തിരുശേഷിപ്പ് വിളക്കന്നൂർ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് പോകുന്നു. ഈ അവസരത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു സംഭവങ്ങളുടെ ഇടയിൽ ഒരു നിമിത്തമായി തീരുവാൻ ഞാനും കാരണമായി തീർന്നല്ലോ, എനിക്കും അവസരം ലഭിച്ചല്ലോ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് പ്രത്യേകം ഓർമ്മിക്കാനുള്ളൊരു കാര്യം, ദീപികയിലായിരുന്നപ്പോൾ 4 വർഷമാണ് ഞാൻ ദീപികയിൽ ഞാൻ ശുശ്രൂഷ ദീപികയുടെ റെസിഡൻറ്റ് മാനേജറായിരുന്നു കണ്ണൂർ ഓഡിയൻസിൻ്റെ. ഏറെ യാത്രകൾ ഞാൻ ചെയ്യേണ്ടി വന്നു. ബാംഗ്ലൂർ എഡീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരിയേറെ യാത്രകൾ ബാംഗ്ലൂരും തുടർച്ചയായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നു.
അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ 4th and 5th ഡിസ്ക് രണ്ടും ഡെഡായിപ്പോയി. ഞാൻ അതിനുശേഷം വിളക്കന്നൂരേക്ക് വരുമ്പോൾ എനിക്ക് ചെറിയ ഒരു ശാരീരിക ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നടുവിന് വേദന ഉണ്ടായിരുന്നു. അത് പിന്നീട് എക്സ്റേ എടുത്തപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോഴാണ് 2 ഡിസ്കും ഡെഡായിട്ട് മാറിയത് തിരിച്ചറിയുന്നത്. വേറൊരു ഓപ്ഷനില്ല. ഞാൻ ഒരു 10-12 ദിവസത്തോളം ധനലക്ഷ്മി ആശുപത്രിയിൽ ഞാൻ അറ്റൻഡ് ആയിരുന്നു. പക്ഷേ കുറവില്ലാത്തതുകൊണ്ട് മറ്റൊരു ഓപ്ഷനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ മാത്രമേ അതിനൊരു വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓപ്പറേഷന് വിധേയമായത്. അത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ, പുതിയ ഹോസ്പിറ്റലാണ്. അവിടെയാണ് ആദ്യത്തെ ഓപ്പറേഷൻ 2017 ഒക്ടോബർ 15 നടത്തുന്നത്. ആ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം ഒരു 10-20 ദിവസത്തിന് ശേഷം എൻ്റെ ഡിസ്ക് രണ്ടും എടുത്തു കളഞ്ഞു. അതിനുശേഷം 4 kg 2 വെച്ചു. പക്ഷേ അത് ഹൈ ഷുഗറായി, ഇൻഫെക്റ്റഡായി. ആ വെച്ചിരുന്ന രണ്ട് 4 kg അത് ഡിസ്ലൊക്കേറ്റഡായി. അത് വീണ്ടും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും അത് ഓപ്പറേറ്റ് ചെയ്ത്, ഓപ്പൺ സർജറിയാണ്, നട്ടെല്ല് തുറന്ന് അത് രണ്ടും എടുത്തു കളഞ്ഞു. പിന്നെ ഇനി വേറൊരു 4 kg അവിടെ ഇരിക്കുകയില്ലാത്തതുകൊണ്ട് അത് അവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ തുടയിൽ നിന്ന് രണ്ടാമത്തെ ഓപ്പറേഷൻ സമയത്ത് തുടയിൽ നിന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു മാസത്തിൽ തന്നെ 2 പ്രാവശ്യം നട്ടെല്ല് തുറന്ന് ഓപ്പൺ സർജറി നടത്തിയിട്ടാണ് എൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ 2 ഓപ്പറേഷത്തിന് ശേഷമാണ് ഒരു 3-4 മാസം കഴിയുമ്പോഴാണ്, 4-5 മാസം കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത്. ഈ ആഘോഷപരമായിട്ടുള്ള ഈ തിരുശേഷിപ്പ് തലശ്ശേരിയിൽ നിന്നും വിളക്കന്നൂരേക്ക് കൊണ്ടുവരേണ്ട തീരുമാനമെടുക്കുകയും എൻ്റെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 2 ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശരിയായിട്ടുള്ള റെസ്റ്റ് എനിക്ക് സത്യത്തിൽ കിട്ടിയില്ലായിരുന്നു. കാരണം ആ സമയത്ത് ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും പള്ളിയിൽ പ്രത്യേകമായി പീഠം തയ്യാറാക്കുവാനും അതിൻ്റെ പ്രത്യേകമായ സജ്ജീകരണം നടത്തുവാനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ദിവസങ്ങൾ അതിനായിട്ട് ചിലവഴിക്കേണ്ടി വന്നിരുന്നു, യാത്രയും ചെയ്യേണ്ടി വന്നിരുന്നു. എങ്കിലും ഞാൻ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഞാൻ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുകയായിരുന്നു. അന്ന് തന്നെ തലശ്ശേരിന്ന് ഇങ്ങോട്ടുള്ള പ്രദക്ഷിണത്തിന് സമയത്ത് തിരുശേഷിപ്പുമായിട്ടുള്ള ആ പ്രയാണത്തിൽ ഇത്രയും 2 ഓപ്പറേഷൻ ചെയ്തതിൻ്റേതായിട്ടുള്ള ശാരീരികമായ ശരിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴാണ് ഞാൻ ഈ തിരുശേഷിപ്പുമായിട്ട് ഞാൻ വിളക്കന്നിലേക്ക് വരുന്നത്. തലശ്ശേരിയിൽ നിന്നും വാഹനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. എൻ്റെ മടിയിലാണ് ദിവ്യകാരുണ്യയെ ഞാൻ അരളിക്കയിൽ ഞാൻ പിടിച്ചിരുന്നത്. മണിക്കൂറോളം 2-3 മണിക്കൂറോളം യാത്ര, അത് വളരെ ദുഷ്കരമായിരുന്നു. ഇങ്ങനെ പിടിച്ച് നട്ടലിങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് മരളിക്ക മടിയിലാണെങ്കിൽ പോലും അത് അനങ്ങാതെ വളരെ ഭക്തിയോടെ, വിശ്വാസത്തോടെ, ഏകാഗ്രതയോടെ പിടിച്ച് വെക്കുക, അല്ലെങ്കിൽ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ആ സമയത്ത് എനിക്കൊരു ക്ഷീണവും തോന്നിയില്ല എന്നുള്ളതാണ്. ഒടുവള്ളിത്തട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിലേക്ക്, ഒരു പിക്കപ്പിലേക്കാണ് പിന്നീടത് ഞങ്ങൾ പ്രവേശിച്ചത്. അവിടെ നിന്നുകൊണ്ടാണ് അരളിക്ക പിടിച്ചുകൊണ്ടിരുന്നത്. അത് അരളിക്ക വെക്കാനുള്ള ഒരു പീഠം പ്രത്യേകം തയ്യാറാക്കിയെങ്കിൽ പോലും അതിനെതിരായ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു, നിന്നിട്ടാണെങ്കിൽ പോലും. പിന്നെ അതിനുശേഷം വിളക്കന്നൂർ ടൗണിലെത്തിയതിന് ശേഷം വീണ്ടും വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നാണ് ദിവ്യകാരുണ്യയും കൊണ്ട് ഞാൻ ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ ഈ യാത്ര ഉടനീളം ശാരീരിക ബുദ്ധിമുട്ട് സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് സത്യത്തിൽ ഇത്രയും സ്ട്രെയിൻ എടുത്ത് യാത്ര ചെയ്യുവാനോ മണിക്കൂറുകളോളം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരളിക്ക പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. എങ്കിലും ഞാൻ ദിവ്യകാരുണ്യയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്ത് ഞങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നത്. ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന പല ശാരീരിക ബുദ്ധിമുട്ടുകളും ദിവ്യകാരുണ്യനെ സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതാനുഭവം. ദിവ്യകാരുണ്യ തീർച്ചയായും എല്ലാ വിശുദ്ധ ബലിയിലും ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. ഈശോ സത്യമായും അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ഒരു വിശ്വാസം ഒന്നും കൂടെ നമുക്ക് ഊട്ടിയുറപ്പിക്കുവാനും ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും തീർച്ചയായിട്ടും നമ്മുടെ ഈ വിളക്കന്നൂർ ദേവാലയത്തിൽ ദിവ്യകാരുണ്യയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് നമ്മുടെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാൻ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവൻ നയിക്കുവാനൊക്കെ എന്നെയും തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാവരെയും ഈ തിരുശേഷിപ്പ് അല്ലെങ്കിൽ ഈ അത്ഭുതം ദർശിക്കുന്ന എല്ലാവർക്കും അതിന് കാരണമായി തീരും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം, ദിവ്യകാരുണ്യയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.